കോഴിക്കോട് നോർത്തിന്റെ സ്ഥാനാർത്ഥി നവ്യ ഹരിദാസ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ശബ്ദമൊക്കെ പോയല്ലോ? കുറച്ച് പോയി, പക്ഷെ അതൊക്കെ തിരിച്ചു പിടിക്കും. നാടിന് വേണ്ടിയുള്ള ശബ്ദം പോവില്ല അല്ലേ? നാടിന് വേണ്ടിയിട്ടുള്ള ഉറച്ച ശബ്ദം എന്നും നിലനിൽക്കും. അതുകൊണ്ട് തന്നെയാണ് ഭാരതീയ ജനതാ പാർട്ടി ഇത്തരം യുവത്വത്തെ മുന്നിൽ നിർത്തിക്കൊണ്ടുള്ള ഒരു പോരാട്ടം ഈ മത്സരത്തിൽ കാഴ്ചവെക്കുന്നത്. കോഴിക്കോട് നോർത്ത് പോലൊരു മണ്ഡലത്തിൽ മത്സരിക്കുമ്പോൾ ശക്തമായ ഒരു കാരണം മുന്നോട്ട് വയ്ക്കണമല്ലോ, പ്രത്യേകിച്ച് അടിച്ചു കയറി വരാൻ വേണ്ടിയിട്ട്. എന്താണ് ആ ഒരു കോൺഫിഡൻസ്? ഇവിടെ നോർത്ത് മണ്ഡലത്തിൽ സ്ത്രീകളുടെയും കുട്ടികളുടെയും വിഷയങ്ങൾ അഭിസംബോധന ചെയ്യപ്പെടുന്നില്ല എന്നുള്ളത് തന്നെയാണ്. നോർത്ത് മണ്ഡലത്തിൽ ഇത്തവണ ഒരു വനിതാ MLA തീർച്ചയായിട്ടും വരും. അത് ജനങ്ങൾക്ക്, വനിതകൾക്കും കുട്ടികൾക്കും വേണ്ടി ഏറ്റവും പ്രാധാന്യം നൽകുന്ന ഒരു തരത്തിലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാനും ഒപ്പം നഗരത്തിന്റെ മോഡിഫിക്കേഷന് വേണ്ടിയിട്ട് നമ്മൾ ഈ നോർത്ത് മണ്ഡലത്തിൽ നിരവധിയായിട്ടുള്ള വിഷയങ്ങൾ ഉന്നയിക്കാറുണ്ട്. ഓരോ ഇലക്ഷന് ഉന്നയിക്കുമെങ്കിലും ചില വാഗ്ദാനങ്ങൾ നൽകാറുണ്ടെങ്കിലും ജനപ്രതിനിധികൾ അത് പാലിക്കാതെ പുറകോട്ട് പോകുന്ന സാഹചര്യം. ആ സാഹചര്യം ഒരു ഇടവേളയ്ക്ക് ശേഷം തിരികെ വരാം. നവ്യ നമുക്കൊപ്പം തുടരും. നമ്മളിപ്പോൾ സഞ്ചരിക്കുന്നത് കോഴിക്കോട് നോർത്തിലൂടെയാണ്. ഒരുപാട് രാഷ്ട്രീയ വിശേഷങ്ങളുണ്ട്, വർത്തമാനങ്ങളുണ്ട്, ഒപ്പം വാർത്തകൾ. നവ്യക്കൊപ്പമാണ് നമ്മളുടെ യാത്ര. നമ്മളിപ്പോൾ ഉള്ളത് കോഴിക്കോട് നോർത്തിലാണ്. നവ്യയുടെ പോൾ ഹിസ്റ്ററി ഞാനൊന്ന് ചോദിക്കുകയായിരുന്നു. 5 തെരഞ്ഞെടുപ്പുകളിൽ മത്സരിച്ചു, അതിൽ 3 എണ്ണവും വിജയിച്ചു. എന്ന് പറഞ്ഞാൽ സ്ട്രൈക്ക് റേറ്റ് 60% ഉണ്ട്. ഇത് ആറാമത്തേതാണ്. ആറാമത്തതിൽ പരാജയപ്പെട്ടാൽ 50% വിജയിച്ചാലോ ചരിത്രമാവും. ആ ചരിത്രം കുറിക്കാൻ തന്നെയാണ് ഞങ്ങൾ പുറപ്പെട്ടിട്ടുള്ളത്. ആ ചരിത്രം കുറിക്കപ്പെടും എന്നുള്ള ഒരു രീതിയിലുള്ള പോസിറ്റീവ് ഇമ്പാക്റ്റ് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നിന്ന് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു ഭാഗത്ത് കേരളം വികസിച്ചു, അല്ലെങ്കിൽ വികസനത്തിന്റെ പാതയിലാണ്, അതുകൊണ്ട് പിണറായി തുടരണം. മറുഭാഗത്ത് ഇതല്ല വികസനം, മടുത്തു സർക്കാർ, ഈ സർക്കാർ മാറണം. BJP ആണെങ്കിൽ മറ്റൊരു ആശയമാണ് മുന്നോട്ട് വയ്ക്കുന്നത്. ഇത് രണ്ടിനുമിടയിൽ നിങ്ങളുടെ സ്പേസ് എവിടെയാണ് യഥാർത്ഥത്തിൽ? ഇവിടെ വികസിച്ചു എന്ന് പറയുമ്പോൾ മുഖ്യമന്ത്രിയുടെ പിക്ചർ വെച്ചുകൊണ്ടുള്ള ഹോർഡിങ്സ് നമ്മുടെ നാടിൻ്റെ നാനാഭാഗത്ത് കാണാൻ സാധിക്കുന്നുണ്ട്. എല്ലാവർക്കും സുരക്ഷിതമായ ഭവനം നൽകി എന്നുള്ള ഒരു ഹോർഡിങ്. ആ ഭവനം നൽകിയിട്ടുള്ളത് പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതിയിലൂടെയാണ്. എല്ലാവർക്കും കുടിവെള്ളം എത്തിച്ചു എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഹോർഡിങ്സ്. ആ കുടിവെള്ളം എത്തിച്ചിട്ടുള്ളത് കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതിയായിട്ടുള്ള അമൃത് പദ്ധതി, ജൽ ജീവൻ മിഷൻ പദ്ധതിയുടെ ചുവട് പിടിച്ചുകൊണ്ടാണ്. അതുപോലെ നാട്ടിൽ ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷ നടത്തുന്നു എന്ന് പറയുമ്പോഴും ആയുഷ്മാൻ ഭാരത് പദ്ധതിയിലൂടെ കേന്ദ്ര സർക്കാർ മുൻപോട്ട് വെച്ചിട്ടുള്ള 5 ലക്ഷം രൂപയുടെ കവറേജ്, പക്ഷെ അത് സാധാരണക്കാർക്ക് ലഭിക്കുന്നതിൽ നിന്നും തടയിട്ടുകൊണ്ടാണ് ഇന്ന് സംസ്ഥാനം മുൻപോട്ട് പോകുന്നതെന്ന് നമുക്ക് ജനങ്ങളോട് പറഞ്ഞ് നമുക്ക് വിശ്വസിപ്പിക്കാൻ പറ്റുന്നുണ്ടോ? ജനങ്ങൾ മുൻപൊക്കെയുള്ള രീതിയിൽ പോലെ എന്ത് പറഞ്ഞാലും വിശ്വസിക്കുന്ന ഒരു വിഭാഗമല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പ്രബുദ്ധരായിട്ടുള്ള ജനതയാണ് ഇന്നുള്ളത്. ഇന്ന് തെറ്റായിട്ടുള്ള ധാരണകൾ ഇവിടെ എത്രത്തോളം വലിയ ഹോർഡിങ്സിൽ പതിപ്പിച്ചു വെച്ചാലും സത്യാവസ്ഥ എന്താണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അവരുടെ ഈ വോട്ടവകാശം കൃത്യമായിട്ട് വിനിയോഗിക്കാൻ കെൽപ്പുള്ളൊരു ജനതയാണ് ഈ കോഴിക്കോടുള്ളത്. സംശയം ചോദിച്ചോട്ടെ, ഈ മണ്ഡലത്തിൽ ഡീലുണ്ടോ? എന്താ അഭിപ്രായം? ഈ മണ്ഡലത്തിൽ നിന്നല്ല, ഒരു മണ്ഡലത്തിലും BJP ഡീലില്ല. ഇവിടെ ഡീൽ എന്ന് പറയുന്നത് തന്നെ BJPക്ക് ഒരു വിജയ സാധ്യത വരുമ്പോൾ ആ വിജയ സാധ്യതയെ തള്ളിക്കളയാൻ വേണ്ടി മറ്റെല്ലാ കക്ഷികളും ഒന്നിച്ചു നിൽക്കുന്നതും പരാജയപ്പെടുത്തുന്നതും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഇനി അഥവാ വിജയിച്ചു പോയ ഒറ്റക്കാര്യം പ്രതിഭയ്ക്കെതിരെയുള്ള അധിക്ഷേപത്തെ കുറിച്ച് ഒറ്റ വാചകത്തിൽ മറുപടി. LDF ആയാലും UDF ആയാലും സ്ത്രീവിരുദ്ധ പരാമർശങ്ങൾ നടത്തുന്നതിൽ മുൻപന്തിയിലാണ്. ഇപ്പോൾ ഒരു വാർത്ത വരുന്നു. താങ്ക് യു നവ്യ.